ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ലഡ്ഡു കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു ആണേ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനാദ്യം നമുക്ക് മാവ് ഒന്ന് കലക്കിയെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കട്ടിയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി വെള്ളം ഒഴിക്കണം. ഉരുപ്പട്ട വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആവും മാവ്. നമുക്കൊരു കട്ടിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ റെഡ് കളർ ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ലഡ്ഡുവിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാവിൽ തന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് കാഞ്ഞത് സിമ്മിൽ വെച്ചിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ട് പൊരിക്കണം, ഇല്ലെങ്കിൽ മൊരിഞ്ഞു പോകും. അതേപോലെ തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ പൊരിച്ചെടുക്കുന്ന സമയത്ത് മൊരിയാതെ നോക്കണം. ഒന്ന് മാവിൻ്റെ ഇതിൽ നിന്നൊന്നും വിട്ട് വരൂലേ, അതേപോലെ ചൂടുമ്പോൾ നമ്മളൊന്ന് എടുക്കണം കേട്ടോ. ഒന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ലേ, അതേപോലെ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് അതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ആ താഴുള്ളത് മാത്രം ഒന്ന് വേവും, മേലത്തെ വേവില്ല. അത് കാരണം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്നില്ലേ, മൊരിപ്പിച്ചിട്ടൊന്നുമില്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ പൊരിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ പൊരിച്ചതിനൊക്കെ പൊടിച്ചെടുത്തിക്കണം കേട്ടോ. തരിതരിയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിക്കുന്നത്. നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു പാവ് കാച്ചണം നമുക്ക്. അതിന് വേണ്ടിയിട്ടേ 1/4 കിലോ പഞ്ചസാരനെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/4 കിലോ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 1/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നത് അതിൻ്റെ പാതി വെള്ളം മതി നമുക്ക്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് പാവ് കാച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് പാവ് കാച്ചെടുക്കാം. നമ്മുടെ പാവ് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നൊന്ന് ലൈറ്റായിട്ട് വറ്റിക്കണം കേട്ടോ. ആ ടൈമിൽ ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കയ്യിൽ തന്നെ ഒന്ന് ഞെസ്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാവ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ ഒന്നൊന്ന് ഒട്ടിപ്പ് പോലെ വരില്ലേ, അതേ മതി കേട്ടോ പാവം. ഇതിൽ കൂടി കുറച്ചും കൂടി നമ്മളൊന്ന് പാവ് വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഡ്ഡു പിന്നെ ഒരു കട്ടി പോലെ ആവും. ഇനി ആ പാവ് കാച്ചിയത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറേശ്ശൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ പാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. 2 സ്പൂണ് നെയ്യും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 2 സ്പൂണ് നെയ്യും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ നമുക്ക് ഉരുളാക്കിയെടുക്കാം. ഞാൻ ഓരോ അണ്ടിപ്പരിപ്പിൻ്റെ തുണ്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചന്തത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി നമ്മളൊന്ന് ഉരുള ഉരുട്ടിയിട്ടെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല നെയ്യിൻ്റെ സ്മെല്ലോട് കൂടിയിട്ടുള്ള ലഡ്ഡു, നല്ല ടേസ്റ്റാണ്. നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ രണ്ടാമത് നെയ്യ് ഒഴിക്കണം എന്നില്ല. നമ്മൾ ആദ്യം ആ വെള്ളത്തിൽ ഒഴിച്ചില്ലേ, അതേ മതി കേട്ടോ. രണ്ടാമത് നെയ്യിൻ്റെ ആവശ്യം വേണമെന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.